ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള കെ.സി. വേണുഗോപാലിന്റെ നീക്കങ്ങളും അതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ പുകയുന്ന ഗ്രൂപ്പ് പോരും പുതിയൊരു രാഷ്ട്രീയ പോർമുഖം തുറന്നിരിക്കുകയാണ്. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 9 വർഷം പിന്നിടുമ്പോൾ കേന്ദ്രത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും കേരളത്തിൽ വി.ഡി. സതീശന്റെ നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും വരാനിരിക്കുന്ന അധികാര വടംവലിയുടെ വ്യക്തമായ സൂചനയാണ്. താഴെത്തട്ടിലെ പ്രവർത്തകരുടെ പ്രതിഷേധം മുതൽ ഹൈക്കമാൻഡിലെ തന്ത്രങ്ങൾ വരെ നീളുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഡൽഹിയിലെ ഹൈക്കമാൻഡിന് സുസ്ഥിരമായ അനുയായികൾ കുറവാണ്. വേണുഗോപാൽ 9 വർഷമായി എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി സ്ഥാനം കൈകാര്യം ചെയ്യുന്നു. കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കെ.സി. 2017 കെ.സി. ഈ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 9 വർഷം എന്നത് ഒരു ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നീണ്ട കാലയളവാണ്. സാധാരണ ഗാന്ധി കുടുംബം 7 വർഷത്തിലധികം ജനറൽ സെക്രട്ടറിമാരെ വാഴിക്കാറില്ലത്രേ. ഇനി അധിക കാലം ഈ പദവിയിൽ തനിക്ക് തുടരാൻ കഴിയില്ലെന്ന ഒരു തിരിച്ചറിവ് വേണുഗോപാലിന് വന്നു. ഇതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കെ.സിയും ആത്മാർത്ഥമായി കൊതിക്കുന്നുവെന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ വി.ഡി. സതീശൻ നിറഞ്ഞു നിന്നിട്ടും അദ്ദേഹത്തെ ഒഴിവാക്കി മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുക്കാൻ വേണുഗോപാൽ ശ്രമിക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കാണാനില്ലെന്ന് മുതിർന്ന ജേർണലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് സംഘടന കെ.സി. വേണുഗോപാലിന്റെ കാലത്ത് ദുർബലമായി എന്ന വിമർശനം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിനുള്ളിൽ ശക്തമാണ്. ഓരോ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ തോൽവി ഏറ്റുവാങ്ങുമ്പോഴും കെ.സി. വേണുഗോപാലിനെതിരായ നീക്കവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. 95 തെരഞ്ഞെടുപ്പുകളിലാണ് അടുപ്പിച്ചടുപ്പിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തോൽവി ഏറ്റുവാങ്ങിയത്. മാത്രമല്ല, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ 7 കോടി രൂപ വാങ്ങിയെന്ന കൈക്കൂലി ആരോപണവും വേണുഗോപാലിനെതിരെ ശക്തമാണ്. ഒരു മഹിളാ കോൺഗ്രസ് നേതാവിന് മത്സരിക്കാൻ അവരുടെ ഭർത്താവ് തന്നെയാണ് പണം നൽകിയതായി ആരോപിക്കുന്നത്. ഇതും വേണുഗോപാലിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. അതിനാൽ വേണുഗോപാൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസിലെ കേരള നേതാക്കളുടെ വിലയിരുത്തൽ. മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയായി 5 വർഷം ഇരിക്കാനുള്ള ഒരു അവസരം ഭാവിയിൽ കിട്ടിയേക്കില്ല എന്നൊരു ചിന്തയും വേണുഗോപാലിന് ഇല്ലാതില്ല. സംസ്ഥാന മുഖ്യമന്ത്രി പദവിയിലേക്ക് വേണുഗോപാലിനെ പറഞ്ഞയച്ച് കേന്ദ്രത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റൊരാളെ നിയോഗിക്കണമെന്ന നിലപാടും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിൽ ശക്തമാണ്. വീണ് കിട്ടുന്ന അവസരം മുതലാക്കുക, അല്ലെങ്കിൽ കിട്ടാവുന്ന സ്ഥാനമാനങ്ങൾ പിടിച്ചെടുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ഒരു ലൈൻ. അതാണ് വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള തിടുക്കത്തിന് പിന്നിൽ. കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രി കസേര കിട്ടാൻ നിരവധി ഘടകങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അതിലൊന്ന്, കോൺഗ്രസിന്റെ 63 എം.എൽ.എമാരിൽ വേണുഗോപാലിന് കൂടുതൽ പേരുടെ പിന്തുണയുണ്ട് എന്നതാണ്. മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗും ശക്തമായി പിന്തുണയ്ക്കുന്ന വി.ഡി. സതീശനെതിരായി ചിന്തിക്കുന്ന നല്ലൊരു പങ്ക് കോൺഗ്രസ് നേതാക്കൾ ഉണ്ട് എന്നതാണ്. മുസ്ലിം ലീഗ് കോൺഗ്രസിന് മേൽ കൂടുതൽ മന്ത്രിമാരും ഉപമുഖ്യമന്ത്രി സ്ഥാനവും ആവശ്യപ്പെട്ട് ആധിപത്യം ചെലുത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ സതീശനെതിരായാണ് കോൺഗ്രസ് നേതാക്കളുടെ വികാരം. മറ്റൊന്ന്, ഡൽഹിയിൽ പരിചയസമ്പന്നായതിനാൽ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് കൂടുതൽ സമർത്ഥമായി പ്രവർത്തിക്കാൻ കെ.സി. വേണുഗോപാലിന് കഴിവുണ്ട് എന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് നീക്കങ്ങൾക്കെതിരെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. ഇതിന്റെ പ്രതിഫലനം എന്നോണം തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ യു.ഡി.എഫ് ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച സന്ദീപ് വാര്യർക്കെതിരെ പ്രവർത്തകർ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെ ഗ്രൂപ്പ് കളിച്ച് അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. തകർന്നുപോയ മുന്നണിയെ വിജയത്തിലേക്ക് നയിച്ച വി.ഡി. സതീശനോടാണ് തങ്ങൾക്ക് കടപ്പാടെന്ന് പ്രവർത്തകർ തുറന്നടിച്ചു. വാര്യർ മത്സരിച്ചത് കെ.സിയുടെ വ്യക്തിപരമായ സ്ഥാനാർത്ഥിയായല്ല, മറിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണെന്ന ഓർമ്മപ്പെടുത്തലുകളും ഗ്രൂപ്പിൽ സജീവമായി. പ്രതിഷേധം നിയന്ത്രണാതീതമായതോടെ ഒടുവിൽ അഡ്മിന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെ പിരിച്ചുവിടേണ്ടി വന്നു. സംസ്ഥാന മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള വേണുഗോപാലിന്റെ തിടുക്കം പാർട്ടിക്കുള്ളിലെ ഐക്യത്തെ ബാധിക്കുമെന്ന ആശങ്കയും ഇതോടെ ശക്തമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഈ അധികാര വടംവലി കൂടുതൽ പ്രകടമാക്കാനാണ് സാധ്യത.